സ്വാഗതം. പ്രഭാത ടാരോ കാർഡിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് താങ്കൾ അറിയിക്കാൻ ആഗ്രഹിക്കുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കറണ്ട് എനർജി എന്ന് പറയുന്ന സിറ്റുവേഷനും, രണ്ടാമത്തെ കാർഡ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്ക് ക്രോസ് ചെയ്ത് വരുന്നത്, അതായത് വിധിയായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതിൻ്റെ കൂടെ എന്ത് സന്ദേശമാണ് ഇന്ന് യൂണിവേഴ്സ് തരുന്നത് എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മിനി ടി എന്നാണ് പറയുന്നത് ഈ സ്പ്രെഡിനെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ കാർഡ് എടുത്ത് നോക്കിയിട്ട് എന്താണെന്ന് നമ്മുടെ കറണ്ട് സിറ്റുവേഷൻ നമുക്ക് നോക്കാം. കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. പേജ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൻറ്റക്കിൾ എന്ന് പറയുന്നത് ധനത്തിൻ്റെ കാർഡാണ്. പേജ് എന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കാൻ നിൽക്കുന്നൊരു കാർഡാണ്. ഇപ്പോൾ ഈ കാർഡ് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ധനസമാഹരണത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു റിസ്ക് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ എന്താ പറയുക, ഒരു ഗോൾഡ് ലോൺ തൊട്ട് നമ്മൾ പുതിയ ബിസിനസ് തുടങ്ങുന്ന വരെയുള്ള എന്ത് കാര്യവും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ജീവിതത്തിലെ സ്ഥിരതയ്ക്ക് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കുന്നുള്ളതാണ്. എന്താണ് നമുക്ക് വിധി കൊണ്ടുവരുന്നതെന്ന് ചോദിച്ചപ്പോൾ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. അതും പെൻറ്റക്കിൾസ് തന്നെയാണ് വന്നിട്ടുള്ളത്. 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. പെൻറ്റക്കിൾ ധനത്തിൻ്റെ കാർഡ് തന്നെയാണ്. പക്ഷേ ഇദ്ദേഹം ഒരു മരം വളർത്താൻ ശ്രമിക്കുകയാണ്, കാത്തിരിപ്പാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു റിസ്ക് എടുക്കാനായിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ഈ 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കുറച്ചൊരു സമയം പിടിക്കും എന്ന് പറയുന്നൊരു കാർഡാണ്. കാത്തിരിക്കാൻ പറയുന്നൊരു കാർഡാണ്. ഇതിൽ തന്നെ അദ്ദേഹം എന്താ പറയുക, പൂക്കൾ വരാൻ വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും നമുക്ക് വിധി കൊണ്ടുവരുന്നത് ചെറിയൊരു ഡിലേ ആണ്. അതായത് നമ്മൾ ഉദ്ദേശിച്ച വേഗതയിൽ കാര്യങ്ങൾ നടക്കില്ല, പക്ഷേ കാര്യങ്ങൾ നടക്കും. ഇതിൻ്റെ ഇടയിൽ എന്ത് സന്ദേശമാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത് എന്നൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. 9 ഓഫ് കപ്സ് എന്നുള്ള കാർഡാണ്. 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി സ്വന്തം സെൽഫ് ലവ്, സെൽഫ് ഹാപ്പിനെസ്, നമ്മുടെ എന്താ പറയുക റിയലൈസേഷൻ എന്നൊക്കെ പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളോട് യൂണിവേഴ്സ് പറയുന്നത് സെലിബ്രേറ്റ് യുവർ ഡേ. ഇന്ന് സ്വയം സന്തോഷിക്കാനാണ് പറയുന്നത്. സന്തോഷവാനായിരിക്കുക, സന്തോഷം മാത്രം നോക്കുക. അതായത് ലൈഫിലെ പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം നോക്കുക, നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതാക്കുക. അതായത് റോബിൻ ശർമ്മയുടെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാതെ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഫോക്കസ് ചെയ്യുമെന്ന് റോബിൻ ശർമ്മ പറയുന്നുണ്ട്. അതായത് നമ്മുടെ മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങളുണ്ടല്ലോ, എവിടേക്ക് നമ്മൾ എത്ര ആഗ്രഹിക്കുന്നു, എന്താകണം എന്ന് ആഗ്രഹിക്കുന്നു, ഇന്ന് അതിൽ ഫോക്കസ് ചെയ്യുക, ലൈഫിൻ്റെ നെഗറ്റിവിറ്റി ഫോക്കസ് ചെയ്യേണ്ട. ഇതാണ് ഇന്ന് യൂണിവേഴ്സ് താങ്കളോട് പറയുന്നത്. ഐ വിഷ് യു എ ഗുഡ് ഡേ. നമുക്ക് വൈകിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.